ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. നമ്മൾ നാടൻ കൊരട്ട അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കശുവണ്ടി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാടൻ കൊരട്ട വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. പച്ച കൊരട്ടയാണിത്. അണ്ടിപ്പരിപ്പാണ്. ഇത് നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ളത് ആദ്യം ഒന്ന് കുതിർത്ത് വെച്ചൊരു ഒരാഴ്ചയോളം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒന്ന് വെള്ളമൊക്കെ മാറ്റി ഒന്ന് നടുവെ അച്ചണം മുറിക്കരുതേ, നടുവേ തന്നെ മുറിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ 2 പീസായിട്ട് എടുത്തിട്ട് ഇതിനകത്തുനിന്ന് നമ്മൾ ഈ പരിപ്പ് മാത്രം ഒന്ന് കുത്തി മാറ്റി എടുത്ത് വെക്കും. അങ്ങനെ മാറ്റിയെടുത്ത് വെച്ച പരിപ്പാണ് കേട്ടോ ഇത്. തേങ്ങ വറുത്തരച്ചാണ് നമ്മളിത് കറി വെക്കുന്നത്. അതിനാവശ്യമായിട്ട് ആവശ്യത്തിന് വറ്റൽമുളകും തേങ്ങയും ചെറിയൊരു മല്ലി, ഗ്രാമ്പു, പട്ട, ഒരു പീസ് സവാള എല്ലാം കൂടെ കൂട്ടി വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് നല്ല ചൂട് വെള്ളത്തിലിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മൾ അടുപ്പത്ത് വിറകടുപ്പിലാണ് നമ്മൾ അടുപ്പ് വെച്ചിരിക്കുന്നത്, മൺചട്ടിയിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ കഷ്ണം സവാളയും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി അത് വേവിച്ചെടുക്കുന്നത്, നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയായ അരപ്പ് ചേർത്തതിന് ശേഷം അരപ്പിലേക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ച് കറി വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു താളിപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം സവാളയും കൂടെ കൂട്ടി വഴറ്റിയെടുത്തിട്ട് താളിപ്പായിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് അഥവാ കൊരട്ട കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. വേനൽക്കാലത്ത് കൊരട്ട ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.